ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരേ ഒരു പൊന്നാങ്ങള എബ്രോഡ് പോവാണ് കേട്ടോ. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണിത്. പതിവിലും നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ഇതിൽ 2 ദിവസത്തെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അച്ചാർ നിർബന്ധമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു അച്ചാർ കൊതിയനാണ്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, പാവല്ലേ, നമ്മൾ അവന് വേണ്ടിയിട്ട് കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ മാംഗോ അച്ചാറും അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതിൻ്റെ അച്ചാറുമാണ്. മാംഗോ ഒക്കെ അവിടെ കട്ട് ചെയ്ത് സെറ്റ് ആക്കണുണ്ട് ഉപ്പച്ചിയും അനിയത്തിയും കൂടെ കൂടിയിട്ട്. വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ തൊലി കളഞ്ഞതായിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മളിത് വെച്ചിട്ട് അങ്ങ് ഒരു അച്ചാർ അങ്ങ് സെറ്റ് ചെയ്യുവാണ്. വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ പലരും പല വിധത്തിലാണ് റെഡിയാക്കുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കാരണം പല വീട്ടിലും പല പോലെ ആവുമല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ട് നല്ലെണ്ണയിലാണ് ഇത് റെഡിയാക്കുന്നത്. ഉലുവയും കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് എന്താ പറയുക, നമ്മുടെ പച്ചമുളകൊക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട് ഇഞ്ചി നമ്മൾ അരിഞ്ഞിടില്ല, പകരം നമ്മളിങ്ങനെ ചതച്ചിട്ടാണ് ഇടുക കേട്ടോ. അങ്ങനെ അച്ചാർപ്പൊടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കായൊക്കെ ഇട്ട് നമ്മൾ നല്ലൊരു കിഡിലൻ വെളുത്തുള്ളി അച്ചാറിനെ അവിടെ അങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. പാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കിനി നമ്മുടെ മാങ്ങ അച്ചാറും കൂടെ റെഡിയാക്കണം. അപ്പോഴേക്ക് അനിയത്തിയും ഉപ്പച്ചിയും കൂടെ കൂടിയിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി അതും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കാം. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ് നമ്മൾ മാങ്ങച്ചാറിനും ഫോളോ ചെയ്യുന്നത്. നമ്മൾ മാങ്ങച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ ഉപ്പും മുളകും ഒക്കെ തിരുമ്മി കുറച്ച് നേരം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതങ്ങ് ഡയറക്റ്റ് അച്ചാറിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇത് ആക്ച്വലി നമ്മൾ അവൻ പോണേൻ്റെ 2-3 ദിവസം മുന്നേ ചെയ്തു വെക്കേണ്ട കാര്യമായിരുന്നേ. ബട്ട് ഇത് തലേ ദിവസം പിടിച്ച് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നു ആൾ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ അവൻ്റെ ആ ഒരു കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അത് പെരുന്നാളിൻ്റെ മുന്നേ ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ധൃതി പിടിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്തായാലും ധൃതി പിടിച്ചാലും നമ്മൾ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ അവന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അനിയത്തി മടക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞാനൊരല്പം വീക്കാണ്. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളൂ. പിന്നെ നമ്മളിതാ കുറച്ച് ഉണ്ണിയപ്പം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആക്ച്വലി അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ തോന്നി ആ ഒരു സെയിം ഡേ തന്നെ നമ്മുടെ റിലേറ്റീവ്സും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ വരില്ലേ, സോ അവർക്കും കൂടെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലോട്ട് എത്തിയിട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എൻ്റെ സൗണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പരപര സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടാവും. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം വേറൊരു ദിവസത്തേക്ക് ഞാനിത് എഡിറ്റ് ചെയ്യാൻ മാറ്റി വെക്കുവാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ അവിടെ അങ്ങ് കിടക്കും കേട്ടോ. ഇതിപ്പോൾ അനിയം പെരുന്നാളിന് മുന്നേ പോയതാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ ഒരാഴ്ച ആവാനായി. ഇനിയും ഞാനിത് നീട്ടിക്കൊണ്ടുപോകണേൽ ഒരർത്ഥമില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഉണ്ണിയപ്പത പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതങ്ങ് നല്ല അടിപൊളിയായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ അനിയം പോയിട്ട് ഇതാ കുറച്ച് ക്യാഷൊക്കെ ഇങ്ങനെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്കിത് കണ്ടപ്പോൾ എന്തോ വലിയ സംഭവം പോലെ. അപ്പം എന്നെപ്പോലെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാങ്ങച്ചാറും വെളുത്തുള്ളി അച്ചാറൊക്കെ നമ്മൾ രാവിലെ തന്നെ ഇട്ട് വെച്ചുകൊണ്ടായിരിക്കാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതപ്പച്ച് അതൊക്കെ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കണോണ്ട് ഹോർലിക്സിൻ്റെ കുപ്പിക്കും ബൂസ്റ്റിൻ്റെ കുപ്പിക്കൊന്നും ഒരു പഞ്ചവും ഇല്ല കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനുള്ള ബോട്ടിൽ
ബോട്ടിലും കാര്യങ്ങളൊക്കെ അനിയത്തി ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അച്ചാറല്ലേ, ഒറ്റ ഇരിപ്പിലൊന്നും നമ്മൾ ഇത് അകത്താക്കത്തില്ലല്ലോ. സോ കുറേ ദിവസം കേട് വരാണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് വെക്കണമല്ലോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ കുറേ ബോട്ടിലോട്ടാക്കി മാറ്റണുണ്ട്. നമുക്കിവിടെ വീട്ടിൽ വെക്കാനും ഒരു 2 ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അവനങ്ങ് കൊടുത്തു വിടുവാണേ. അങ്ങനെതാ അച്ചാറൊക്കെ ബോട്ടിലോട്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അവനുള്ള ഉണ്ണിയപ്പം കൂടെ അങ്ങ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഉണ്ണിയപ്പം ഓൾറെഡി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ കൈയൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കേട് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഓൻ തിന്നാനാണോ പോണേന്ന്. ഇത് ആക്ച്വലി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രം, അവനായിട്ടൊന്നും പറഞ്ഞതല്ല. നമ്മളെ സ്നേഹം കൊണ്ട് ഓരോന്ന് അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവന് മദ്രസിൽ പഠിപ്പിച്ചിട്ടുള്ള അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു കേട്ടോ, തങ്ങൾ ഉസ്താദ് എന്ന് പറയും. അപ്പോൾ ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നത് പ്രമാണിച്ച് ദുആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ പുലർച്ചെയാണ്, അതായത് 4-4:30 ആ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ അന്നേരം വിളിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ നമ്മൾ അവരെ കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് തങ്ങൾ ഉസ്താദിനെയും പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തെടുക്കും. സോ നമ്മുടെ അന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ചപ്പാത്തിയും ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പച്ചി ഓൾറെഡി പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുക, നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊന്ന് വേറെ തന്നെ അല്ലേ. അപ്പോൾ എത്ര റിസ്ക് എടുത്താലും എന്തായാലും വേണ്ടില്ല, നമ്മൾ തന്നെ അതങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ചെറിയ കുട്ടിയും പിന്നെ ഞാനും അനിയത്തിയും തന്നെ ഉള്ളൂ, നമ്മൾ വേണം ഇതെല്ലാം ആക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. ചപ്പാത്തി നമ്മളിങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ പരത്താനും നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാംഗോ ജ്യൂസും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഞാൻ മറന്നു ഇല്ല, നിങ്ങളെടുത്തിട്ടില്ല, നിങ്ങളെടുക്കണമില്ല, നോക്കണ്ട. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവനെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കുവാണ്. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നൊക്കെ തന്നെ ഉള്ളേ നമ്മുടെ മനസ്സ് കടന്ന് പെടയും. എക്സ്പെഷ്യലി എൻ്റെ അപ്പാൻ്റെ ആള് പ്രഷറൊക്കെ കയറി ടെൻഷനൊക്കെ അടിച്ച് കുറേ ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നായിട്ട്. കാരണം ആകെയുള്ളൊരു തരുണി മണിയാണ്, ഇവർ വേണ്ടിയിട്ടാണ് ജീവിക്കണത് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും അൽഹംദുലില്ലാ അവൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നല്ല റാഹത്താവട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ പെട്ടിയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുലർച്ചെ ഒരു 4:30 ആവുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണത് കേട്ടോ. ഇവൻ ഗൾഫ് പോകണം, നല്ലൊരു ജോലിയാവണം, ഇതെല്ലാം ഞങ്ങളെക്കാളും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങളുടെ ഉമ്മ. എന്തോ ഇന്ന് പഠിച്ചവനെത്തിച്ച് ഇവൻ പോണത് കാണാനുള്ള ഭാഗ്യം പോലും ആൾക്കില്ല. ആൾ നേരത്തെ കാലത്ത് തന്നെ പോയിട്ടുണ്ട്. ഉമ്മ മരിച്ചാലും ഉമ്മാൻ്റെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ബാക്കിയാക്കിയിട്ട് ഇവിടെ വെക്കണില്ല. എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഉമ്മാനെ ശരിക്കും മിസ് ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കേണ്ടതാണല്ലോ എന്നാലോചിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂടാതെ തന്നെ എൻ്റെ ഉപ്പച്ചിൻ്റെ പെങ്ങളുടെ മോനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് നിഷു ആണ് കേട്ടോ. ഞാനും അനിയത്തിയൊക്കെ മൊത്തം ഡൗൺ ആയിട്ടിരിക്കുമല്ലേ. അപ്പോൾ ആളത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടാൻ പറ്റിയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ കിട്ടാനും വേണം ഒരു ഭാഗ്യമല്ലേ. എന്തായാലും പഠിച്ചവൻ എത്തിച്ച് ആ ഒരു ഭാഗ്യം എൻ്റെ അനിയന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം കണ്ട് ഞങ്ങൾ എന്നെ അന്തം വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എത്ര കുട്ടികളാണെന്നറിയോ വന്നിട്ടുള്ളത്. അവരൊക്കെ സുബൈക്ക് തന്നെ പാവം എണീറ്റ് വന്നിട്ടില്ലേ. അതൊക്കെ ഇവനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയല്ലേ. ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ നമ്മളോടൊക്കെ യാത്ര ചോദിക്കുവാണേ. പോയി നന്നായിട്ട് വാന്ന് നമ്മൾ മനസ്സറിഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ മനസ്സെന്താണെന്ന് അവനും അറിയാം, അവൻ്റെ മനസ്സെന്താണെന്ന് നമുക്കും അറിയാം കേട്ടോ. എന്തായാലും പാവം പോയി നന്നാവട്ടെ, ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ഓവർകം ചെയ്തു വന്നതാണ്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ നല്ല നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നിറ കണ്ണുകളോട് കൂടിയിട്ട് തന്നെ നമ്മളോടൊക്കെ സലാം പറഞ്ഞ് അവൻ പോകുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും അവൻ്റെ യാത്ര സഫലമാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ടാവില്ലേ. ഒരു പക്ഷേ അതൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ പിരിയേണ്ടി വരും. അങ്ങനെ അവനതിനകത്തോട്ട് കയറിയതിന് ശേഷം നമ്മളും തിരിച്ചു പോന്നു കേട്ടോ. ഈ ഒരു സെയിം ഡേ നിഷുവിനൊക്കെ സ്കൂളുള്ള ദിവസമായിരുന്നേ. ജൂൺ 3-നാണ് അവൻ പോയിട്ടുള്ളത്. ജൂൺ 2-ന് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊന്നും കയറാനാവില്ല എന്ന് വിചാരിച്ചേ. പക്ഷേ ഇതാ പോരുന്ന വൈക്കൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇതുപോലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.